ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കറിൽ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലിയോളം ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു വലിയ മുറി തേങ്ങ, പിന്നെ പട്ട, ഗ്രാമ്പു, ഉലുവ, വലിയ ജീരകം, ഇത്രയും സാധനമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ആയാലും നല്ലതാണ് കേട്ടോ തേങ്ങാച്ചോറിന്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ആണ്. ഇനി ചോറൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പം നല്ലൊരു മയവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ചോറിന്. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഒരു പട്ടയും 3 ഗ്രാമ്പും 2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വലിയ ജീരകവും 1 സ്പൂൺ ഉലുവ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ വഴണ്ടി വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. 2 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ, അധികം വെളുത്തുള്ളിയൊന്നും വേണ്ട. ചോറിന് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങാച്ചോറിന് എപ്പോഴും ചെറിയുള്ളിയാണ് കേട്ടോ ടേസ്റ്റ്. ചെറിയുള്ളി ഇട്ട് ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയുള്ളിക്ക് തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിൽ കറിവേപ്പില, ഒരു 2 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇനി ഏകദേശം ആയി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി അധികം ആവണ്ട, ലേശം ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. തേങ്ങാച്ചോറിന് അധികം മഞ്ഞളായിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞൾ കുത്തുന്ന ചുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി കളർ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വലിയൊരു മുറി തേങ്ങ കേട്ടോ ചിരവി വെച്ചിരിക്കുന്നത്. അത് ഞാനിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എണ്ണയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തേങ്ങ. തേങ്ങയും ഉള്ളിയും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി അത്യാവശ്യം വേവുള്ള ജയ അരി ആയതുകൊണ്ട് ഞാൻ 2 കപ്പ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഒരു കൈ കൊണ്ടാണ് അരി ഇതിലേക്ക് ഇടുന്നത്. അപ്പം വീഡിയോക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. ഇപ്പോൾ അതാ ഞാൻ അരിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് ഒരു 3 വിസിൽ വരെ വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ പിന്നെ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള ഒരു ഓലയാണ് ഇത് എന്ന് വെച്ചാൽ നെയ്ച്ചോറിൻ്റെയൊക്കെ സ്മെല്ലുള്ളൊരു ഓലയാണ് ഇത്. ഞാൻ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തേങ്ങാച്ചോറും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനിത് ഉപയോഗിക്കലുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. എന്താ ഇതിൻ്റെ ശരിക്കും പേരെന്താ എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ ഓല എന്നൊക്കെയാണ് പറയുക കേട്ടോ. നെയ്ച്ചോറിൻ്റെ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലിടലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ചെരുവത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് ചൂടോടെ നമുക്ക് ഇത് വിളമ്പി കഴിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോഴാണോ നിങ്ങൾ ഉണ്ടാക്കുക എന്നറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കും പോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തന്നെ നമ്മൾ തേങ്ങാച്ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല ബീഫ് വരട്ടിയതും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ വേറെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.